ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നലെ നൈറ്റ് നമ്മൾ കോട്ടയിലായിരുന്നല്ലോ. അപ്പോൾ മോർണിംഗ് എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ട് കുടിച്ചു. നേരെ ഞങ്ങൾ റെഡിയായി റൂം ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാമായിരുന്നു. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ വ്യൂ ഇതാണ്. നമ്മൾ ഇപ്പോൾ ടൈം ഒരു 9:47 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ സ്ട്രൈറ്റ് ടു അവർ എവിടെയാണ് കൂക്കാലിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി വണ്ടി കയറി. അങ്ങനെ നമ്മൾ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് കൊടയിലുള്ള ഒരു ഹോട്ടലിൽ കയറി ഗീ റോസ്റ്റാണ് നമ്മൾ മോർണിംഗ് കഴിച്ചത്. അങ്ങനെ നേരെ അവിടെ നിന്ന് കൊക്കാലോട്ട് നമ്മൾ പോയി. പോണ വഴിക്ക് ചെറിയ ചെറിയ വ്യൂസ് കണ്ടപ്പോൾ നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് കുറച്ച് നേരമായിട്ട് സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് കണ്ട വ്യൂ ആണ്. അങ്ങനെ കൂക്കാലെത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പ്ലേസാണ്, ഒരു വില്ലേജാണ് നമ്മുടെ പൂമ്പാറ എന്ന് പറയുന്നത്. ഇവിടെ കൂടുതലും കൃഷിയാണ് അവരുടെ ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത്. അവരുടെ പോപ്പുലേഷൻ ആണെങ്കിൽ വളരെ കുറവാണ്. നമ്മുടെ ഇവിടത്തേക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അവരുടെ കൃഷി എന്ന് പറഞ്ഞാൽ ക്യാബേജ്, ക്യാരറ്റ് അങ്ങനത്തെ ഇതൊക്കെയാണ് അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ ഈ പൂപ്പാറയിലുള്ള ആളുകളിൽ. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് കുക്കാൽ ലേക്കിലോട്ടാണ് പോയത്. കുക്കാൽ ലേക്കാണിത്. നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാനൊക്കെ ആയിട്ട്. ആമ്പലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു നോർമൽ ആ ഒരു ഇതായിരുന്നു. പിന്നെ എനിക്ക് ആമ്പൽ വേണം നമ്മൾ ഫൈസിക്കാനെ വിട്ടു. ഫൈസിക അത് ആ കോല് തപ്പി പോയതാണ് കഴിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് കോല് കിട്ടി, പക്ഷെ ആമ്പൽ പ്ലക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കുറേ പ്രാവശ്യം ട്രൈ ചെയ്തായിരുന്നു പറിക്കാൻ വേണ്ടി, പക്ഷെ പറ്റിയില്ല. അങ്ങനെ നേരെ അവിടെ നിന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് വേറൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഫൈസിയൊക്കെ അവിടെ നിന്ന് കാർ ഓടിക്കുന്ന ഒരു വീഡിയോ എടുക്കുന്നുണ്ടായി. പിന്നെ ഞാൻ അവിടെ ഇറങ്ങി. ഞങ്ങളിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അടുത്തൊരു സ്പോട്ട് കണ്ടിട്ട് നൈസായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് വണ്ടിയുടെ നിർത്തി ജസ്റ്റ് ഇറങ്ങിയിട്ടാണ് അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അടുത്ത ലൊക്കേഷൻ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുക്കാൽ ലേക്കിൽ പോയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ നേരെ പൂണ്ടി ലേക്കിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ആണ് പൂണ്ടിയിലേക്ക് ഉള്ളത്. അപ്പോൾ ഒരു ഉച്ചയായപ്പോൾ ഞങ്ങൾ പൂണ്ടിയിൽ എത്തിയിട്ടുണ്ട്. ഒരു ചെറിയ വില്ലേജാണ് ഈ പൂണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ എവിടെയും മീൽസ് കഴിക്കാൻ ലേക്കിലോട്ട് പോകുമ്പോൾ കാണുന്ന വ്യൂസ് ആണ് കേട്ടോ ഗൈസ്. ഇത് നൈസ് ആണ് കേട്ടോ അല്ലേ, അടിപൊളി വ്യൂ ആണ്. ആ മരങ്ങളൊക്കെ നിൽക്കുന്നത് നല്ല രസമുണ്ട്. ഒരു മിനി സ്വിറ്റ്സർലാൻഡിലൊക്കെ നമുക്ക് പറയാല്ലേ, അത്രയും ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. അങ്ങനെ ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കിയപ്പോൾ കണ്ടൊരു ഹോട്ടലാണ് ഈ SM ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലതാണെന്ന് നമുക്ക് തോന്നി. നമ്മൾ ജസ്റ്റ് അവിടെ കയറി മീൽസാണ് ഓർഡർ ചെയ്തത്. ഒരു ഡബിൾ ഓംലേറ്റ് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വേറൊരു സ്പോട്ടിൽ ചെന്നു. കുറച്ച് നേരം പൈസയൊക്കെ റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ റെസ്റ്റ് ചെയ്തത് ഞാനാണ് കൈസ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. നല്ലൊരു സ്പോട്ടാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിർത്തി. ഇപ്പോൾ നോക്കിയപ്പോൾ എന്താ സുരുമോൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണ, നല്ല കംഫർട്ടൊക്കെ വിരിച്ച് സൂപ്പറായിട്ട് കിടന്നുറങ്ങണം. അങ്ങനെ ഞാൻ ഒരുങ്ങിയ ആ ടൈമിൽ ഫൈസിക്കുന്ന ഫിലിമൊക്കെ കണ്ട് കിടക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു 3:30 ആയപ്പോൾ അവിടെ നിന്ന് നേരെ മഞ്ഞൂറുള്ള ഷീപ്പ് ഫാമിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് 20 ആണ് പെർ പേഴ്സൺ. അങ്ങനെ 40 റുപ്പീസൊക്കെ കൊടുത്ത് നമ്മൾ ടിക്കറ്റൊക്കെ മേടിച്ച് അപ്പോൾ നമ്മളവിടെ കയറി. നല്ല വെയിലായിരുന്നു കേട്ടോ ഗൈസ്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര, അവിടെ തണലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല വെയിലായിരുന്നു. അപ്പോൾ എങ്ങനെയും ഒരു തണലിൽ എത്തിച്ചെന്നിരിക്കാനായിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. അവിടെ ചെന്ന് മുകളിലെത്തിയപ്പോൾ ഞാൻ കുറച്ച് നേരം സ്റ്റക്കായിരുന്നു ഗൈസ്. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു അവിടുത്തെ ആ കാഴ്ച കാണാനായിട്ട്. എന്ത് രസമായിരുന്നു അറിയോ. വെയിലാണെങ്കിൽ പോലും നമുക്ക് അവിടെ കുറേ നേരം ഇങ്ങനെ നടക്കാനും അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ വരെ തോന്നി. കാരണം അത്ര രസമായിരുന്നു. അങ്ങനെ ഒരു 4:30 ആയപ്പോൾ ഇതാ നമ്മുടെ താരം ഷീപ്പുകൾ വന്ന്. കാരണം അവിടെ 4:30 ആവുമ്പോഴാണ് ഇവരെ മെയിന് കൂട്ടിക്കയറ്റുന്ന ടൈം. അതാണ് ഒരു 4:30 ഒക്കെ ആകുമ്പോൾ അവിടെ എത്തിയാലാണ് നമുക്ക് ഈ ഒരു ഇത് കാഴ്ച കാണാൻ പറ്റും. പക്ഷെ നല്ല രസമുണ്ട്. ഇവരിങ്ങനെ നേരായിട്ട് പോകുന്നത് കാണാൻ നല്ല രസമാണ്. ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് അതുങ്ങളെ നടക്കി കൂടി അങ്ങനെ നടക്കില്ല, അതുങ്ങളെ തൊടൽ ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് ഈ ഒരു പ്ലേസ്. ഞങ്ങൾ ഇതുവരെ പോയതിൽ, അതായത് ഇതുവരെ മീൻസ് ഇന്ന് നമ്മൾ കൊടയിൽ സ്പെൻഡ് ചെയ്തതിൽ കണ്ടതിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ് കേട്ടോ ഇത്. എനിക്ക് മാത്രമല്ല ഫൈസികാക്കും അതേപോലെ തന്നെയാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു നിങ്ങളിങ്ങനെ പോണ കാണാനായിട്ടും. ഈ ഒരു ഇത് കാണണമെങ്കിൽ എന്തായാലും ഒരു 4:30 ഒക്കെ ആകുമ്പോൾ വന്നാലാണ് നമുക്ക് ഇതൊരു കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവിടെ ജസ്റ്റ് വന്നിട്ട് വേറെ നമുക്ക് ഈ ഒരു പ്ലേസ് കാണുക എന്നുള്ളൊരിത് മാത്രമേ. പക്ഷേ ഇവരെ കാണണമെങ്കിൽ നമ്മളൊരു 4:30 ഒക്കെ ആകുമ്പോൾ ഇവിടെ എത്തിയാലാണ് കാണാൻ പറ്റുള്ളൂ. എന്തായാലും അടിപൊളിയായിരുന്നു കണ്ടോ. ഈ സ്ഥലത്ത് നമ്മൾ ബോട്ടിങ്ങും അതുപോലെ തന്നെ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് 5 മണിക്ക് മുമ്പ് ഇവിടെ എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റേ ഷീപ്പ് ഫാമിൽ പോയിട്ട് നേരെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. പക്ഷേ ഇന്ന് ഇവിടെ മെയിൻ്റെനൻസ് വർക്ക് കാരണം ഇവരൊരു 4:30 ഒക്കെ ആയപ്പോഴേക്കും ക്ലോസ് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ആയിരുന്നു. നമുക്കിവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നാളെ ഉണ്ട്, പക്ഷെ നമ്മൾ നാളെ ഈ വഴി വരുമോയെന്ന് അറിയില്ല. അതും നമുക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഗായ്സ് ഇതാ നമ്മൾ ഇപ്പോൾ ഒരു ടൈം ഏകദേശം ഒരു 5:20 ആയിട്ടാണ് നമ്മളിതാ കോഫി പൈസക്ക ചായയാണ് കുടിക്കുന്നത്.
അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ എനിക്ക് സ്പെഷ്യൽ കപ്പൊക്കെ ഉണ്ട് ഗൈസ്. അമ്പോ ചായ കുടിക്കാൻ കയറിയടുത്തുള്ള വ്യൂ ആണ് ടൈ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറച്ച് വില്ലേജ് ട്രിപ്സ് എല്ലാം കഴിഞ്ഞ് നാളെ ലോക്കൽ സൈറ്റ് സീയിങ് ആണ്. അപ്പോൾ അടുത്തൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ 5 കിലോമീറ്റർ ഉള്ളൂ, ടൗണിൽ തന്നെയാണ്. ഹോട്ടലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു എത്ര മണിക്കൂറുണ്ടാവും ഇവിടെ എത്താൻ? ഒരു 10 minutes 15 minutes. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ബുക്ക് ചെയ്ത റൂമിലെത്തും. നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് റൂമും കാര്യങ്ങളൊക്കെ കാണാം. നാളെ കാണാം. ഇതാണ് നമ്മളെടുത്തതിന് റൂം. ഒരു ഹാളും ഉണ്ട്, പിന്നെ 3 ബെഡ്റൂമാണ് വരുന്നത്. നമ്മളതിൽ ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പൈസക്കഥ അങ്ങോട്ട് പോവാൻ കേട്ടോ. ഇതാണ് ഗൈസ്. അപ്പോൾ നമ്മളെടുത്തതിന് റൂം അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. ടോയ്ലറ്റൊക്കെ ആണെങ്കിലും ക്ലീനാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ റൂം ഇതൊക്കെയാണ് ഐറ്റംസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം TV ഒക്കെ കണ്ട് ഇങ്ങനെ കിടന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വ്ളോഗ് ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആ ബെല്ലൈക്കനെ കൂടി ഒന്ന് അടിച്ചു